الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي يا أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ഏറ്റവും സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ സഹോദരി സഹോദരന്മാരെ, ഈ ലോകം നിയന്ത്രിക്കുന്ന പരിപാലിക്കുന്ന നാളെ പ്രതിഫല ദിവസത്തിൻ്റെ ഉടമസ്ഥനായ അള്ളാഹു എല്ലാം കേൾക്കുന്നുണ്ട്, എല്ലാം അറിയുന്നുണ്ട്, എല്ലാം രേഖപ്പെടുത്താൻ സംവിധാനം ചെയ്തവനാണ്, മഹാകാരുണ്യവാനാണ് എന്ന വികാരത്തോടുകൂടി അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് എന്നോടും തുടർന്ന് നിങ്ങളോടും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. വളരെ ശുദ്ധമായ ഒരു സ്ഥലത്ത് വളരെ വൃത്തിയായി ഇരിക്കുന്നതും അശുദ്ധിയുള്ളൊരു സ്ഥലത്ത് ജീവിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. അതേപോലെ തന്നെയാണ് മനുഷ്യൻ്റെ മനസ്സും. മലിനമായ മനസ്സിൻ്റെ ഉടമ അസ്വസ്ഥതയിലാണ് ജീവിക്കുക. വിശുദ്ധമായ മനസ്സിൻ്റെ ഉടമ ആ ശുദ്ധിയുടെ എല്ലാ സമാധാനത്തിൻ്റെ വശവും ആസ്വദിക്കുകയും അനുഭവിക്കുകയും ആ സമാധാനത്തിൽ ജീവിക്കുകയും ചെയ്യും. നമ്മൾ ഏതിലാണുള്ളത് എന്ന് ഞാനും നിങ്ങളും ആലോചിക്കേണ്ടതുണ്ട്. എന്താണ് മനസ്സ് പരിശുദ്ധമാകാൻ മനുഷ്യൻ ചെയ്യേണ്ടത്? ഒന്നാമത്തേത് സൽസ്വഭാവിയാവുക എന്നുള്ളതാണ്. ദുസ്വഭാവത്തിൽ നിന്നൊക്കെ മാറി നിന്നാൽ വളരെ വലിയ ശുദ്ധിയും സമാധാനവും നമ്മുടെ മനസ്സിൽ വന്നു ചേരും. രണ്ടാമത്തത് ഇസ്തിഗ്ഫാർ നടത്തുക എന്നുള്ളതാണ്. ഇത് ഇസ്തിഗ്ഫാറിൻ്റെ മാസമാണ് റമദാൻ എന്നത്. പാപങ്ങളെ മായ്ച്ചുകളഞ്ഞ് അത് പുറത്തു തരാനുള്ള അള്ളാഹുവിനോടുള്ള ആത്മാർത്ഥമായ തേട്ടത്തിനാണ് ഇസ്തിഗ്ഫാർ എന്ന് പറയുന്നത്. ഇബ്നുൽ ജൗസി റഹ്മഹുല്ല പറയുന്നു, അൽ മആസി സിൽസിലതു ഫീ ഉൻഖിൽ ആസി ലാ യഫ്ഖുഹു മിൻഹാ ഇല്ല അൽ ഇസ്തിഗ്ഫാർ വത്തൗബ. പാപങ്ങൾ പാപിയുടെ കഴുത്തിലെ ചെങ്ങലകളാണ്. പാപമോചനവും പശ്ചാത്താപവും കൊണ്ടല്ലാതെ അതൊരിക്കലും അഴിക്കുക സാധ്യമല്ല.
അപ്പോൾ അല്ലാഹു തആലയെ കുറിച്ചുള്ള പ്രതീക്ഷ നമ്മുടെ മനസ്സിലുണ്ടാകുമ്പോഴാണ് ഇസ്തിഗ്ഫാറിനെ നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുക. ഇന്ന റബ്ബക വാസിഉൽ മഗ്ഫിറ, തീർച്ചയായും നിന്റെ രക്ഷിതാവ് വിശാലമായ പാപമോചനം നൽകുന്നവനാണ്. 100 പേരെ കൊന്നവന് പാപമോചനം നൽകിയവനാണ് പരമകാരുണികനായ അല്ലാഹു. ഈ ആയത്തിനെ വിശദീകരിച്ച് ഇമാം സഅദി റഹ്മഹുല്ലാഹ് പറയുന്നു, അല്ലാഹുവിന്റെ പാപമോചനം ഇല്ലായിരുന്നുവെങ്കിൽ അടിമകളും നാടുകളും നശിച്ചു പോകുമായിരുന്നു. അവന്റെ ക്ഷമയും വിട്ടുവീഴ്ചയും ഇല്ലായിരുന്നുവെങ്കിൽ ആകാശം ഭൂമിക്കുമേൽ പതിക്കുമായിരുന്നു. അതിലൊരു ജീവിയും അവശേഷിക്കുമായിരുന്നില്ല. അത്രയും വലിയ അക്രമമാണ് അല്ലാഹു തആലയോട് മനുഷ്യൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലാഹുവിനെ മാത്രം എല്ലാ നിഅമത്തും തന്ന അല്ലാഹുവിനെ മാത്രം ആരാധിക്കണമെന്ന് കൽപ്പിച്ചിട്ട് അതിനെതിരെ പ്രവർത്തിക്കുന്നവർ, നന്മ മാത്രം ചെയ്യണേ എന്ന് കൽപ്പിച്ചിട്ട് തിന്മ ധാരാളമായി പ്രവർത്തിക്കുന്നവർ, കൊല ചെയ്യരുത്, പലിശക്കെടുക്കരുത്, ലഹരിക്ക് പോകരുത്, നുണ പറയരുത്, ഇതൊക്കെ ഖുർആനിന്റെ കൽപ്പനയാണ്, അല്ലാഹുവിന്റെ കൽപ്പനയാണ്. ഈ കൽപ്പനയിൽ നിന്നൊക്കെ മനുഷ്യൻ തെറ്റിപ്പോകുന്നു. ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ഫസ്തഗ്ഫിർ ലിദംബിക വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വല്ലാഹു യഅലമു മുതഖല്ലബകും വമത്വാകും. ആകയാൽ അല്ലാഹു അല്ലാതെ ആരാധനക്കർഹൻ മറ്റാരുമില്ലെന്ന് നീ മനസ്സിലാക്കുക. നിന്റെ പാപത്തിന് നീ പാപമോചനം തേടുക. സത്യവിശ്വാസികൾക്കും സത്യവിശ്വാസിനികൾക്കും വേണ്ടിയും നീ പാപമോചനം തേടുക. നിങ്ങളുടെ പോക്കും വരവും അല്ലാഹു നിങ്ങളുടെ താമസവും അറിയുന്നവനാകുന്നു എന്ന് സൂറത്ത് മുഹമ്മദിലൂടെ നമ്മളോട് പറയുന്നുണ്ട്. റമദാൻ പാപങ്ങൾ കഴുകിക്കളയാനുള്ള വലിയൊരു അവസരമാണ്. അവസരത്തെ ഉപയോഗപ്പെടുത്താത്തവൻ വിഡ്ഢിയാണ്, പോഴത്തക്കാരനാണ്. അവസരത്തെ ഉപയോഗപ്പെടുത്തുക എന്നതാണ് ഒരു മനുഷ്യന്റെ വിജയത്തിന് ചെയ്യേണ്ട ആകെയുള്ള കാര്യം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അസ്വലാവാത്തുൽ ഖംസ് വൽ ജുംഅതു ഇലൽ ജുംഅ വറമദാനു ഇലാ റമദാൻ മുകഫിറാത്തും മാ ബൈനഹുന്ന ഇദാ ഇജ്തനബൽ കബായിർ. ഒരാൾ വൻ പാപങ്ങളൊന്നും ചെയ്തിട്ടില്ല, അങ്ങനെ അതിൽ നിന്നൊക്കെ വിട്ടു നിൽക്കുന്നുണ്ടെങ്കിൽ 5 നേരത്തെ നമസ്കാരങ്ങളും ഒരു ജുമാ കഴിഞ്ഞ് അടുത്ത ജുമാ വരെയും ഒരു റമദാൻ കഴിഞ്ഞ് മറ്റൊരു റമദാൻ വരെയും അവയ്ക്കിടയിലുള്ള പാപങ്ങളെല്ലാം അല്ലാഹു തആല പുറത്തു തരും. മൻ സാമ റമദാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. ആരെങ്കിലും റമദാൻ മാസത്തിൽ ഈമാനോടുകൂടി പ്രതിഫലേച്ഛയോടുകൂടി നോമ്പ് നോറ്റാൽ അവന്റെ മുൻകഴിഞ്ഞ പാപങ്ങളെല്ലാം പുറത്തു കിട്ടും. പാപങ്ങൾ പൊറുക്കപ്പെടണമെങ്കിൽ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്? എന്തൊക്കെയാണ് പാപങ്ങൾ പുറത്ത് കിട്ടാൻ നമ്മൾ ചെയ്യേണ്ടത്? വിശ്വാസം ശരിയായവർക്ക് പാപമോചനം ലഭിക്കും. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വസിച്ച വിശ്വാസം, സഹാബത്ത് റളിയല്ലാഹു അൻഹും വിശ്വസിച്ച വിശ്വാസം, ആ വിശ്വാസത്തിലേക്ക് വന്നവൻ യഥാർത്ഥത്തിൽ രക്ഷപ്പെടും. യാ റസൂലുള്ളാഹി ഇബ്നു ജുദ്ആൻ കാന ഫി ജാഹിലിയ്യത യസിലു റഹം വയുത്ഇമുൽ മിസ്കീൻ ഫഹൽ ദാലിക നാഫിഉഹു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ്, ഈ ജാഹിലിയ്യത്തിൽ ജീവിച്ച ഇബ്നു ജുദ്ആൻ എന്ന വ്യക്തി, അദ്ദേഹം കുടുംബബന്ധം പാലിച്ചിരുന്നു, മിസ്കീന്മാർക്ക് ഭക്ഷണം കൊടുത്തിരുന്നു, അത് അദ്ദേഹത്തിന് ഉപകാരപ്പെടുമോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി എന്താണ്? ലാ യൻഫഉഹു, അത് അയാൾക്ക് ഉപകാരപ്പെടുകയില്ല. ഇന്നഹു ലം യഖുൽ യൗമൻ, അദ്ദേഹം ഒരു ദിവസവും പറഞ്ഞിട്ടില്ല റബ്ബിഗ്ഫിർ ലി ഖതീഅതി യൗമദ്ദീൻ, നടപടിക്രമത്തിന്റെ ദിവസത്തിന്റെ അന്ന് എൻ്റെ പാപങ്ങളെല്ലാം എനിക്ക് പുറത്തു തരണമെന്ന് ഒരു പ്രാവശ്യം പോലും പറയാത്ത ആളാണ് ഇബ്നു ജുദ്ആൻ എന്ന വ്യക്തി. അദ്ദേഹം അങ്ങനെ പറയുമായിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന് ഈ ചെയ്തതൊക്കെ ഉപകാരപ്പെടുമായിരുന്നു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. എത്ര വലിയ പ്രതീക്ഷയാണ് ഇസ്തിഗ്ഫാറിനെ പറ്റി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഖാലല്ലാഹ് യാ ഇബ്നു ആദം ഇന്നക മാ ദഅൗതനി വറജൗതനി ഗഫർതു ലക മാ കാന ഫീക വലാ ഉബാലി യാ ആദം ലൗ ബലഗത ദുനൂബക അനാന السماء ثم استغفرتني غفرت لك ولا أبالي يا ابن آدم إنك لو أتيتني بقراب الأرض خطايا ثم لقيتني لا تشرك بي شيئا لأتيتك بقرابها مغفرة. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നു, അദ്ദേഹം പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം പറയുന്നതായി ഞാൻ കേട്ടു. അല്ലാഹു പറയുന്നു, അല്ലയോ മനുഷ്യ, നീ എന്നോട് പ്രാർത്ഥിക്കുകയും എന്നിൽ പ്രതീക്ഷ അർപ്പിക്കുകയും ചെയ്യുന്നു,
അതനുസരിച്ച് നിനക്ക് ഞാൻ പുറത്തു തരും. എത്ര പ്രതീക്ഷയുണ്ടോ റബ്ബിൽ അത്രയും പുറത്തു തരും. എനിക്കത് പ്രശ്നമല്ല. അല്ലയോ മനുഷ്യ, നീ എന്നോട് ഇസ്തിഗ്ഫാർ നടത്തുന്ന പക്ഷം ഞാൻ നിനക്ക് പുറത്തു തരും, എനിക്കത് പ്രശ്നമില്ല. മനുഷ്യ, നീ ഭൂമി നിറയെ തെറ്റുമായി എൻ്റെ അടുത്ത് വന്നാൽ, എന്നിൽ നിന്നൊരു പങ്കും ചേർക്കാതെ എന്നെ കണ്ടുമുട്ടുകയാണെങ്കിൽ ആ ഭൂമി നിറയുള്ള തെറ്റ് നിനക്ക് ഞാൻ പുറത്തു തരും. ശിർക്ക് ചെയ്യാതിരുന്നാൽ മതി, അല്ലാഹുവിൽ റജാ ഉണ്ടായാൽ മതി. ഇബ്നു റജബ് റഹ്മഹുല്ലാഹ് പറയുന്നു, തീർച്ചയായും തൗഹീദ് മഹത്തരമാണ്. അതിൽ നിന്ന് ഒരണ്ണുവോളം പാപങ്ങളുടെയും തിന്മകളുടെയും പർവ്വതങ്ങളുടെ മേൽ വെച്ചാൽ അവയെല്ലാം നന്മകളായി മാറും. തൗഹീദിനെ എടുത്ത് തിന്മകളുടെ പർവ്വതത്തിന്റെ മുകളിൽ വെച്ചാൽ, പാപങ്ങളുടെ പർവ്വതങ്ങളുടെ മുകളിൽ വെച്ചാൽ ആ പാപങ്ങളെല്ലാം ഇല്ലാണ്ടായി പോകും. അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലാഹുവല്ലാതെ ആരാധനക്കരം മറ്റാരുമില്ലെന്ന വിശ്വാസം കൊണ്ടുവന്നാൽ മാത്രം മതി ഇസ്തിഗ്ഫാർ ലഭിക്കും. രണ്ടാമത്തത്, ക്ഷമിക്കുന്നവർക്ക് പാപമോചനം നൽകും. ക്ഷമിക്കണേ, ഈ ലോകത്തുണ്ടാകുന്ന പ്രയാസങ്ങളെല്ലാം സഹിക്കണേ. അത് ബലാആണ്, പരീക്ഷണമാണെന്ന് വിചാരിക്കണേ. എങ്കിൽ അവന്റെ പാപങ്ങളെല്ലാം പുറത്തു കിട്ടും. ഇല്ലല്ലദീന സബറു വഅമിലുസ് സ്വാലിഹാതി ഉലൈക ലഹും മഗ്ഫിറതുൻ വഅജ്റുൻ കബീർ. ക്ഷമിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരൊഴികെ അവർക്കാകുന്നു പാപമോചനവും വലിയ പ്രതിഫലവുമുള്ളത്. അപ്പോൾ ക്ഷമിക്കുന്നവർക്ക് വലിയ പ്രതിഫലമുണ്ട്. മയുസീബുൽ മുസ്ലിമു മിൻ നസബിൻ വലാ വസബിൻ വലാ ഖമ്മിൻ വലാ ഖജ്നിൻ വലാ അദം വലാ ഗമ്മിൻ ഹത്ത ശൗകത യുശാഖുഹ ഇല്ലാ കഫറല്ലാഹു ബിഹാ ഖതായാഹു. അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു മുസ്ലിമിന് വല്ല ക്ഷീണമോ വല്ല രോഗമോ വല്ല ദുഃഖമോ വല്ല അസുഖമോ ബാധിച്ചാൽ അവൻ ക്ഷമിക്കുകയാണെങ്കിൽ അതുവഴി അല്ലാഹു അവന്റെ പാപം പുറത്തു കൊടുക്കും. അവന്റെ ശരീരത്തിൽ ഒരു മുള്ളു തറച്ചാൽ പോലും അവന് പാപമോചനമുണ്ടെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുകയാണ്. മാ യസാലു ബലാഉ ബിൽ മുഅ്മിൻ വൽ മുഅ്മിന ഫീ നഫ്സിഹി വ വലദിഹി വ മാലിഹി ഹത്താ യൽഖല്ലാഹു മാ അലൈഹി ഖതീഅ. ഒരു സത്യവിശ്വാസിനിക്കും തന്റെ ശരീരത്തിലും സന്താനത്തിലും സമ്പത്തിലും പരീക്ഷണം ഉണ്ടായിക്കൊണ്ടേയിരിക്കും. യാതൊരു തെറ്റും ഇല്ലാതെ അല്ലാഹുവെ അയാൾ കണ്ടുമുട്ടുന്നത് വരെ. അപ്പോൾ എന്തിനാണ് സ്വത്തിൽ പരീക്ഷണം? എന്തിനാ സന്താനങ്ങളിൽ പരീക്ഷണം? എന്തിനാ സ്വന്തത്തിൽ പരീക്ഷണം? നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടാൻ നിയ്യത്ത് വെച്ചാൽ മതി. വൻപാപങ്ങളിൽ നിന്നും പൂർണ്ണമായി വിട്ടുനിൽക്കുക, എന്നാൽ പാപമോചനം ലഭിക്കും. إن تجتنبوا كبائر ما تنهون عنه يكفر عنكم سيئاتكم ويدخلكم مدخلا كريما. നിങ്ങളോട് നിരോധിക്കപ്പെടുന്ന വൻപാപങ്ങളിൽ നിങ്ങൾ വർജിക്കുന്ന പക്ഷം നിങ്ങളുടെ തിന്മകളിൽ നിന്ന് മായ്ച്ചു കളയുകയും മാന്യമായ ഒരു സ്ഥാനത്ത് നിങ്ങളെ നാം പ്രവേശിപ്പിക്കുകയും ചെയ്യും. പിന്നെ എന്താ? തൗബ ചെയ്ത് മടങ്ങുക, ഇസ്തിഗ്ഫാർ ലഭിക്കും. യാ അയ്യുഹല്ലദീന ആമനു, ഹേ സത്യവിശ്വാസികളെ, തൂബൂ ഇലല്ലാഹി തൗബതൻ നസൂഹ, ഏറ്റവും ശരിയായ രൂപത്തിൽ അല്ലാഹുവിനോട് നിങ്ങൾ പാപമോചനം തേടണം. ഇല്ലാ മൻ താബ വആമന വഅമില സ്വാലിഹൻ ഫഉലൈക യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്ത് വകാന അല്ലാഹു ഗഫൂറർ റഹീമ. അല്ലാഹു അങ്ങേയറ്റം പൊറുക്കുന്നവനും കരുണാനിധിയുമാണ്. അതുകൊണ്ട് ആരെങ്കിലും പശ്ചാത്തപിക്കുകയോ സൽക്കർമ്മം പ്രവർത്തിക്കുകയോ ചെയ്താൽ അയാളുടെ തിന്മക്കു പകരം നന്മയെ അല്ലാഹു വെച്ചു കൊടുക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഒരാൾ തന്റെ പാപം പൊറുക്കാൻ വേണ്ടി പ്രാർത്ഥിച്ച് തൗബ ചെയ്താൽ അയാൾ പാപമില്ലാത്തവനെ പോലെ ആയിത്തീരും. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നു, മൻ താബ ഖബല അൻ തത്ലഅ അശംസ് മിൻ മഗ്രിബിഹാ താബല്ലാഹു അലൈഹി. ഖിയാമത്ത് നാളിൽ സൂര്യൻ പടിഞ്ഞാറ് ഉദിക്കുന്നതിന് മുമ്പായി വല്ലവനും പശ്ചാത്തപിച്ചാൽ അല്ലാഹു തആല അത് സ്വീകരിക്കുന്നതാണ്. ഇങ്ങനെ ഇസ്തിഗ്ഫാറിന്റെ ധാരാളം പ്രതീക്ഷകൾ അല്ലാഹു തആല ഖുർആനിലൂടെയും ഹദീസിലൂടെയും പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇസ്തിഗ്ഫാർ പാപം പുറത്തു കിട്ടുന്നതിനുള്ള അപേക്ഷക്കാണ് ഇസ്തിഗ്ഫാർ എന്ന് പറയുന്നത്. ഒരു വിശ്വാസിയുടെ നാവിലൂടെ എപ്പോഴും പുറത്തു വന്നുകൊണ്ടിരിക്കേണ്ട കാര്യമാണത്. പാപങ്ങൾ പുറത്തു തരണേ എന്ന പ്രാർത്ഥന. വമയ്യഅമൽ സൂഅൻ ഔ യളിം നഫ്സഹു സുമ്മ യസ്തഗ്ഫിറുല്ലാഹ യജിദില്ലാഹ ഗഫൂറർ റഹീമ.
ആരെങ്കിലും വല്ല തിന്മയും ചെയ്യുകയോ സ്വന്തത്തോട് തന്നെ അക്രമം പ്രവർത്തിക്കുകയോ ചെയ്തിട്ട് അള്ളാഹുവോട് പാപമോചനം തേടുന്ന പക്ഷം ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമായി അള്ളാഹുവിനെ അവൻ കണ്ടെത്തുന്നതാണ്. യജിദില്ല, അള്ളാഹുവിനെ കണ്ടെത്തും. ഗഫൂറർ റഹീമ, അങ്ങേയറ്റത്തെ പൊറുക്കുന്നവനും കരുണാനിധിയുമായി. ഇസ്തിഗ്ഫാറും നമ്മളും തമ്മിലുള്ള ബന്ധം എന്താണ്? തൗഹീദ് അംഗീകരിക്കുന്നവരാണ് നമ്മൾ. പക്ഷേ അള്ളാഹുവോട് പാപങ്ങൾ പുറത്തു തരണം എന്ന് പറയാത്തവരായി നമ്മൾ മാറുന്നുണ്ടോ എന്ന് പരിശോധിക്കണം. അള്ളാഹു ഇസ്തിഗ്ഫാർ നടത്താൻ കൽപ്പിക്കുന്നുണ്ട്. അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിക്കേണ്ടവരാണ് നമ്മൾ ഓരോരുത്തരും. അസ്തഗ്ഫിറുല്ലാഹ് ഇന്നല്ലാഹ ഗഫൂറുർ റഹീം അനിസ്തഗ്ഫിറു റബ്ബക്കും തുമ്മ തൂബു ഇലൈഹി വസ്തഗ്ഫിറു റബ്ബക്കും തുമ്മ തൂബു ഇലൈഹി ഇന്ന റബ്ബി റഹീമുൻ വദൂദ്. അങ്ങേയറ്റവും കാരുണ്യവാനും സ്നേഹമുള്ളവനുമാണ് അള്ളാഹു എന്ന് ഖുർആൻ എടുത്തു പറയുന്നു. അങ്ങനെ ഇസ്തിഗ്ഫാറിനെ തേടാൻ നമ്മൾ തയ്യാറാകണം. ഖുർആനുമായി ബന്ധപ്പെട്ട് ഇന്നഹാദൽ ഖുർആൻ യദുല്ലുകും അലാ ജാഇകും വദവാഇകും, നമുക്കുള്ള മരുന്നാണ് യഥാർത്ഥത്തിൽ ഖുർആൻ. ഫഅമ്മദ്ദാഉകും, നിങ്ങളുടെ രോഗം എന്താണ്? രോഗത്തിനുള്ള മരുന്നാണല്ലോ ഖുർആൻ. രോഗമെന്നത് ഫദ്ദുനൂബ്, അത് പാപങ്ങളാണ്. വൽ ഖതായ, തെറ്റുകളാണ്. വഅമ്മദവാഉകും, എന്നാൽ ദവാ എന്താണ്? മരുന്നെന്താണ്? ഫല്ലിസ്തിഗ്ഫാർ, ഇസ്തിഗ്ഫാർ നിർവഹിക്കുക എന്നതാണ് ഖുർആൻ നമ്മെ തെറ്റപ്പെടുത്തുന്നത്. തെറ്റ് ചെയ്യുന്നവർ മാത്രം പറയേണ്ട വാചകമല്ല അസ്തഗ്ഫിറുല്ലാഹ്. കാരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം 70-ൽ പരം പ്രാവശ്യം ഇസ്തിഗ്ഫാർ പറഞ്ഞിട്ടുണ്ട്. ഇസ്തിഗ്ഫാറും തൗബയും രണ്ടാണ്. ഏറ്റവും നല്ല രീതിയിൽ പാപങ്ങൾ ഉപേക്ഷിക്കുന്നതിനെയാണ് തൗബ എന്ന് പറയുക. തൗബ എന്നാൽ പാപങ്ങൾ ഉപേക്ഷിക്കലാണ്. പാപങ്ങൾക്ക് ഒഴിവ് കഴിവ് പറയുന്നതിൻ്റെ ഏറ്റവും നല്ല രൂപമാണ് തൗബ. മൂന്ന് തരത്തിൽ തൗബ ചെയ്യാം. ഒന്ന്, ഞാൻ ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞിട്ട് ഞാൻ ചില കാര്യങ്ങളൊക്കെ ചെയ്യാൻ വിട്ടുപോയി, റബ്ബേ എനിക്ക് പുറത്തു തരണം എന്ന് പറയുമ്പോൾ എൻ്റെ പശ്ചാത്താപം സ്വീകരിക്കണം എന്ന് പറയുമ്പോൾ അത് തൗബയുടെ ഒരു രൂപമാണ്. 2, ഇന്ന കാരണത്താലാണ് ഞാനത് ചെയ്തത്, ചെയ്യാൻ പാടില്ലായിരുന്നു, ഞാൻ അങ്ങനെ ചെയ്യേണ്ടവനല്ല എന്ന ഒരു വികാരം വെച്ച് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കൽ. 3, തെറ്റുപറ്റിപ്പോയി, ഞാനത് അവസാനിപ്പിച്ചു, ഇനി ആവർത്തിക്കുകയില്ല. ഈ രൂപമാണ് തൗബക്കുള്ളത്. ആ രൂപത്തെ സ്വീകരിക്കാൻ നമുക്ക് സാധിക്കണം. ഇന്ന യസ്തഗ്ഫിറ ബിൽലിസാനി വയൻദമു ബിൽഖൽബ് യുംസിക ബിൽബദൻ. തൗബ എന്ന് പറഞ്ഞാൽ നാവ് കൊണ്ട് പാപമോചനം തേടലും, ഹൃദയം കൊണ്ട് ഖേദിക്കലും, ശരീരം കൊണ്ട് തെറ്റ് ചെയ്യുന്നത് അവസാനിപ്പിക്കലുമാണ്. അപ്പൊ തൗബ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഒന്ന്, ഹൃദയത്തിൽ ഒരു ഖേദം വേണം, ഞാൻ ചെയ്തു പോയല്ലോ എന്ന ഖേദം. 2, അത് പാപമോചനം തേടലാണ്. 3, ആ തെറ്റ് അവസാനിപ്പിക്കലാണ്. തെറ്റ് അവസാനിപ്പിക്കാതെ ഒരിക്കലും അവന് തൗബ ലഭിക്കുകയില്ല. നാളെ പരലോകത്ത് തെറ്റ് മറക്കപ്പെടുക എന്നതാണ് തൗബയുടെ ഏറ്റവും വലിയ പ്രയോജനം. നാളെ പരലോകത്ത് കോടാനുകോടി ആളുകളുടെ മനസ്സിന് മുന്നിൽ ആ ഒരു നമ്മുടെ മുഴുവൻ കർമ്മങ്ങളും അവിടെ പ്രദർശിപ്പിക്കപ്പെടുമ്പോൾ അതിൽ തെറ്റ് വന്നാൽ, നമ്മുടെ തെറ്റ് പ്രദർശിപ്പിക്കപ്പെട്ടാൽ കോടാനുകോടി മനുഷ്യന്മാർക്ക് മുന്നിൽ നമ്മൾ അപമാനിതരാകേണ്ടി വരും. അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗമാണ് തൗബയെന്ന് നമ്മൾ മനസ്സിലാക്കണം. പാപമോചനത്തിന് വേണ്ടി അള്ളാഹുവിനോട് അപേക്ഷിക്കുക എന്നതാണ് ഇസ്തിഗ്ഫാർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അള്ളാഹുവിനോട് പാപമോചനം തേടുക, അതാണ് ഇസ്തിഗ്ഫാർ. നമസ്കാരം കഴിഞ്ഞാൽ അസ്തഗ്ഫിറുല്ലാഹ് 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 എന്ന് 3 പ്രാവശ്യം പറയണം. ടോയ്ലറ്റിൽ നിന്ന് പുറത്തു വരുമ്പോൾ ഗുഫ്രാനക എന്ന് പറഞ്ഞിട്ട് പാപമോചനം തേടണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റുകൂഇൽ ഇസ്തിഗ്ഫാറുമായി ബന്ധപ്പെട്ട ദുആകൾ ധാരാളമായി പഠിപ്പിച്ചു. സുബ്ഹാനക വബിഹംദിക അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക എന്ന പ്രാർത്ഥനയൊക്കെ വ്യത്യസ്ത റിവായത്തിൽ വ്യത്യസ്ത പ്രാർത്ഥനകളിൽ വന്നതിൽ ഒന്നാണ്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, ഇൻ കുന്നാ ലനഉദ്ദു ലിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ മജ്ലിസി യഖൂലു റബ്ബിഗ്ഫിർ ലീ വതുബ് അലയ്യ ഇന്നക അൻത തവ്വാബുർ റഹീം.
ഞങ്ങൾ ആ സദസ്സിലിരിക്കുമ്പോൾ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിലിരിക്കുമ്പോൾ ഞങ്ങൾക്ക് എണ്ണാൻ സാധിക്കുമായിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം റബ്ബി ഗ്ഫിർലി വതുബ് അലയ്യ ഇന്നക അൻതത് തവ്വാബുൽ ഗഫൂർ എന്ന് പറയുന്നത്. അപ്പോൾ സദസ്സിൽ വെച്ച് അങ്ങനെ പ്രാർത്ഥിക്കാമെന്നുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിരന്തരം അത് ചെയ്തിരുന്നുവെന്നും നമുക്ക് ആ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇസ്തിഗ്ഫാർ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് പണ്ഡിതന്മാർ വിശദീകരിച്ച് കാണാം. അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയുമ്പോൾ ഒന്നാമത്തേത് പാപങ്ങൾ അല്ലാഹു മറച്ചു വെക്കുന്നു, അവനെ വഷളാക്കുകയില്ല. അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയുന്ന ഒരാളുടെ പാപങ്ങളെ അള്ളാഹു വടിക്കുകൊണ്ട് വന്ന് അവനെ വഷളാക്കുകയില്ല. 2, അവന് അതിൽ വിട്ടുവീഴ്ച നൽകുന്നു. 3, ആ ഒരു പാപത്തെ പറ്റി അവനെ ശിക്ഷിക്കുകയില്ല. 4, അവൻ ചെയ്ത നന്മകൾക്ക് പ്രതിഫലം കൊടുക്കുന്നു. അള്ളാഹുവെ, പാപം മറച്ചു വെക്കണം, വിട്ടുവീഴ്ച നൽകണം, ശിക്ഷിക്കരുത്, എൻ്റെ നന്മകൾക്ക് പ്രതിഫലം നൽകണേ എന്ന് നിരന്തരമായി പ്രാർത്ഥിക്കേണ്ടവനാണ് സത്യവിശ്വാസി. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ലൈസൽ ഖൈറു അൻ യുക്തറ മാലുക വവലദുക, നിന്റെ സമ്പത്തിലുള്ള വർധനവോ അല്ലെങ്കിൽ സന്താനങ്ങളിലുള്ള ഖൈറോ ഒന്നുമല്ല നിനക്ക് ഖൈർ വർദ്ധിച്ചു കിട്ടുക എന്നത്. മറിച്ച് വലാകിന്നൽ ഖൈറ അൻ യുക്തറ ഇൽമുക, നിന്റെ ഇൽമു വർദ്ധിച്ചു കിട്ടുക എന്നതാണ്. ഐ യുഅലമു ഹിൽമുക, നിന്റെ വിവേകം വർദ്ധിച്ചു കിട്ടുക എന്നുള്ളതാണ്. വൻ യുബാഹിന്നാസു ബിഇബാദത്തി റബ്ബിക വഇൻ അഹ്സൻത ഫഹമിദല്ലാഹ് വഇൻ അസഅത വസ്തഗ്ഫിറുല്ലാഹ്. മക്കളിലും സമ്പത്തിലുമല്ല ഖൈർ, ഖൈർ അറിവും വിവേകത്തിലുമാണ് ഖൈറുള്ളത്. നീ ചെയ്യുന്ന ഇബാദത്ത് ജനങ്ങളെ കാണിക്കാതിരിക്കുന്നതിലാണ് നന്മയുള്ളത്. ഇബാദത്ത് അല്ലാഹുവിനെ കാണിച്ച് ചെയ്യുക, ജനങ്ങളെ കാണിക്കാൻ വേണ്ടി ഇബാദത്ത് ചെയ്യാതിരിക്കുക. നീ നന്മ ചെയ്താൽ അല്ലാഹുവിനെ സ്തുതിക്കുന്നതിലാണ് ഖൈർ. വല്ല തെറ്റും സംഭവിച്ചാൽ ഇസ്തിഗ്ഫാർ നടത്തുന്നതിലാണ് ഖൈറുള്ളത്. ആ ഖൈറിനെ സ്വീകരിക്കാൻ നമുക്ക് സാധിക്കണം. വല്ലദീന ഇദാ ഫഅലു ഫാഹിശതൻ ഔ ളലമു അൻഫുസഹും ദക്കറുല്ലാഹ വസ്തഗ്ഫിറു ലിദുനൂബിഹിം വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ് വലം യുസിറു അലാ മാ ഫഅലു വഹും യഅലമൂൻ. വല്ല നീചകൃത്യവും ചെയ്തു പോയാൽ, ആരെങ്കിലും വല്ല തെറ്റും ചെയ്തു പോയാൽ, അഥവാ സ്വന്തത്തോടെ തന്നെ വല്ല ദ്രോഹവും ചെയ്തു പോയാൽ അല്ലാഹുവെ ഓർക്കണം. തങ്ങളുടെ പാപങ്ങൾക്ക് മാപ്പ് തേടുകയും ചെയ്യുന്നവർക്ക് വേണ്ടി പാപങ്ങൾ പുറത്തു തരാൻ അല്ലാഹു അല്ലാതെ ആരുണ്ട്? അല്ലാഹു അല്ലാതെ ആരാണ് പാപം പുറത്തു തരാനുള്ളത്? ആരുമില്ലല്ലോ. ചെയ്തു പോയ ദുഷ്പ്രവൃത്തിയിൽ അറിഞ്ഞുകൊണ്ട് ഉറച്ചു നിൽക്കാത്തവരുമാകുന്നു അവർ. തെറ്റിൽ ഉറച്ചു നിൽക്കാതെ അള്ളാഹുവിനോട് പാപം മോചനം തേടി മുന്നോട്ട് പോകുന്നവന് അള്ളാഹു പാപം പുറത്തു കൊടുക്കും. ആ ഒരു പ്രതീക്ഷ നമുക്ക് വേണം. എത്ര വലിയ പാപിയായാലും ഇനി ഞാൻ നരകത്തിലാണെന്ന് വിചാരിച്ച് തിന്മയിൽ നിന്ന് വിട്ടു നിൽക്കാതെ നന്മയിലേക്ക് അടുത്തു നോക്കാതെ ജീവിക്കുന്നവരുണ്ട്. ഒരാൾ തൻ്റെ തൊണ്ടക്കുഴിയിൽ ആ റൂഹെത്തുന്നതിന് മുമ്പ് പാപമോചനം തേടിയോ അത് അല്ലാഹു തആല സ്വീകരിക്കും. അവൻ ആകാശം മുട്ട തെറ്റുണ്ടെങ്കിലും ഭൂമി നിറയെ തെറ്റുണ്ടെങ്കിലും അവൻ്റെ തെറ്റ് പുറത്തു കൊടുക്കുമെന്ന് അല്ലാഹു തആല നമുക്ക് വാഗ്ദാനം ചെയ്തവനാണ്. വാഗ്ദാനം ചെയ്ത ആ കാര്യത്തിൽ ഒരിക്കലും പുറകോട്ട് പോകാത്തവനാണ് റഹ്മാനായ റബ്ബെന്ന തിരിച്ചറിവ്, പ്രതീക്ഷ, അങ്ങേ അറ്റത്തെ ആഗ്രഹം നമ്മുടെ പാപങ്ങൾ മുഴുവൻ ശുദ്ധീകരിച്ച് ഖൽബുൻ സലീമായി നാളെ പരലോകത്തേക്ക് തിരിച്ചു പോകണം, അല്ലാഹുവിനെ കണ്ടുമുട്ടണമെന്ന വികാരം അത് ഈ റമളാനിലുടനീളമാണ്. അല്ല, ഈ ജീവിതത്തിൻ്റെ അവസാന ശ്വാസം വരെ അതുണ്ടായിരിക്കണമെന്നാണ് സൂചിപ്പിക്കാനുള്ളത്. അല്ലാഹു തആല ധാരാളമായി ഇസ്തിഗ്ഫാർ നടത്തുന്ന, ധാരാളമായി തൗബ ചെയ്യുന്ന, തൗബയും ഇസ്തിഗ്ഫാറും സ്വീകരിക്കപ്പെടുന്ന ആളുകളിൽ നമ്മൾ ഓരോരുത്തരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ബിസ്മില്ലാഹിൽ അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി റബ്ബിനെ സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് എന്നോടും തുടർന്ന് നിങ്ങളോട് ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. നമ്മൾ ഈ കാര്യങ്ങളൊക്കെ കേട്ടു. ഇതുവരെയുള്ള ഒരു നോമ്പിൻ്റെ വിലയിരുത്തൽ എന്ന നിലക്ക് ഇസ്തിഗ്ഫാറിനോട് നമ്മുടെ സമീപനം എന്തായിരുന്നു എന്ന് ചിന്തിക്കണം. ഈ ഖുത്ബ കേൾക്കുന്നതിന് മുമ്പുള്ള ഒരവസ്ഥയല്ല ഖുത്ബ കേട്ടതിന് ശേഷം ഈ റമളാനിലെ മണിക്കൂറുകളിൽ നമുക്ക് വേണ്ടത്.
എന്ന് ഗൗരവത്തോടുകൂടി നമ്മൾ ആലോചിക്കുകയും ചിന്തിക്കുകയും ആവശ്യമാണ്. നമസ്കാരം കഴിഞ്ഞ് കുറച്ച് സമയം ഇരുന്ന് ഇസ്തിഗ്ഫാർ നടത്താൻ, രാത്രിയിൽ ആ അത്താഴത്തിൻ്റെ സമയത്ത് എഴുന്നേറ്റിരുന്ന് മുൻകഴിഞ്ഞ പാപങ്ങളെല്ലാം മനസ്സിലേക്ക് കൊണ്ടുവന്ന് ഓരോന്നും കുട്ടി പെൻസിൽ കൊണ്ടെഴുതി എറൈസർ കൊണ്ട് മായ്ക്കുന്നത് പോലെ എല്ലാ തെറ്റും ഒന്നൊഴിയാതെ മുഴുവൻ വിട്ടുമായ്ക്കപ്പെടാനുള്ള അപേക്ഷ ധാരാളമായി നടത്തേണ്ട സമയമാണ് സുഹൂറിൻ്റെ സമയം. ആ സമയത്ത് അല്ലാഹു തആല പറയുന്നു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ആരുണ്ടെന്നോട് ഇസ്തിഗ്ഫാർ ചോദിക്കാൻ ഞാൻ അവൻ്റെ ഇസ്തിഗ്ഫാർ കൊടുക്കുമെന്ന് റബ്ബ് സുബ്ഹാനഹു തആല പറഞ്ഞിരിക്കുന്നു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം 70-ലധികം തവണ അല്ലാഹുവോട് ഇസ്തിഗ്ഫാർ നടത്തിയിട്ടുണ്ട്. മുൻകഴിഞ്ഞ പാപങ്ങൾ പൊറുക്കപ്പെട്ട പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, വരാനിരിക്കുന്ന പാപങ്ങളെല്ലാം പൊറുക്കപ്പെട്ട പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആദ്യമായി സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, നാളെ ശഫാഅത്തിൻ്റെയും ഹൗദിൻ്റെയും ഉടമസ്ഥനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം 70 പ്രാവശ്യം ഇസ്തിഗ്ഫാർ നടത്തിയിട്ടുണ്ടെങ്കിൽ പാപികളായ ദോഷികളായ ദിവസവും തെറ്റ് ചെയ്യാൻ ധാരാളം അവസരം മുന്നിലൂടെ കടന്നു പോകുന്ന, എപ്പോഴാണ് മരിക്കുകയെന്നറിയാത്ത നമ്മൾ എത്രത്തോളം ഇസ്തിഗ്ഫാറിനെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം. വല്ലാഹി ഇന്നി അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി ഫീ യൗമിൻ അക്തറ മിൻ 70 മറ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഞാൻ 70-ലധികം തവണ ഇസ്തിഗ്ഫാർ നടത്താറുണ്ടായിരുന്നു എന്ന്. നമ്മളും ഒരു ദിവസം എത്ര തവണ ആത്മാർത്ഥമായി ഇസ്തിഗ്ഫാർ നടത്തുന്നു എന്ന് ആലോചിക്കേണ്ടതുണ്ട്. ഒരാൾ ഇസ്തിഗ്ഫാർ നടത്തിയാൽ അവൻ്റെ പാപങ്ങൾ അല്ലാഹു തആല പുറത്തു കൊടുക്കും. തുബാ ലിമൻ വജദ ഫീ സൈഫതിഹി ഇസ്തിഗ്ഫാറൻ കസീറ. ഒരാളുടെ ആ ഒരു കിതാബിൽ അല്ലെങ്കിൽ അയാളുടെ കാര്യത്തിൽ ധാരാളം ഇസ്തിഗ്ഫാർ ഉണ്ടെങ്കിൽ അയാൾക്ക് മംഗളമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ധാരാളം ഇസ്തിഗ്ഫാർ നടത്തുന്നവർക്ക് മംഗളം. സ്ത്രീകളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകമായ വസിയ്യത്ത് ചെയ്തു, തസദ്ദഖ്നാ കസർന മിനൽ ഇസ്തിഗ്ഫാർ ഫഇന്നി റഅയ്തുകുന്ന അക്തറ അഹ്ലിന്നാർ. നരകത്തിൽ സ്ത്രീകളെ നിങ്ങളെയാണ് കൂടുതൽ അവിടെ കാണുന്നത്, അതുകൊണ്ട് നിങ്ങൾ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കണമേ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ വിളിച്ച് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഹസൻ അൽ ബസ്രി റഹ്മഹുല്ലാഹ് പറയുന്നുണ്ട്, അക്തറു മിനൽ ഇസ്തിഗ്ഫാരി ഫി ബുയൂതികും, നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കണം. വഅലാ മവാഇദികും വഫി തുർഖികും, നിങ്ങളുടെ വഴിയിലും അതേപോലെ നിങ്ങൾ ചെല്ലുന്ന സ്ഥലങ്ങളിലൊക്കെയും, വഫി അസ്വാഖിഹിം, നിങ്ങളുടെ അങ്ങാടിയിൽ നിങ്ങൾ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കണം. വഫി മജാലിസികും, നിങ്ങൾ ഇരിക്കുന്ന മജ്ലിസുകളിൽ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കണം. ഐനമാ കുൻതും ഫഇന്നകും തദറൂന മതാ തൻസിലുൽ മഗ്ഫിറ, ഏത് സമയത്താണ് ഇസ്തിഗ്ഫാർ ഇറങ്ങുക എന്ന് നമുക്കറിയില്ല. ഓരോ സ്ഥലത്തും ഇസ്തിഗ്ഫാറിന്റെ പ്രാധാന്യം കൊടുക്കണമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഹസനുൽ ബസ്രി റഹ്മഹുല്ലാഹ് പറയുകയാണ്. അതേപോലെ മല്ലസിമൽ ഇസ്തിഗ്ഫാർ, ആരെങ്കിലും ഇസ്തിഗ്ഫാർ മുറുകെ പിടിച്ചാൽ ജഅലല്ലാഹു ലഹു മിൻ കുല്ലി ഖമ്മിൻ ഫർഹ, എല്ലാ അസ്വസ്ഥതകളിൽ നിന്നും അയാളെ വിടുതൽ നൽകും, അയാൾക്ക് സന്തോഷം നൽകും. വമിൻ കുല്ലി ളയ്യിഖിൻ മഖ്റജ, ആരെങ്കിലും കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും വിഷയത്തിൽ കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ അവൻ ഇസ്തിഗ്ഫാർ നടത്തിയാൽ അവന് തുറവി കൊടുക്കുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. വറസഖഹു മിൻ ഹൈതു ലാ യഹ്തസിബ്, കണക്കില്ലാതെ റിസ്ക് അവന് കൊടുക്കും, റിസ്ക് വർദ്ധിക്കും. അപ്പൊ ഇസ്തിഗ്ഫാർ പതിവാക്കിയാൽ അല്ലാഹു അവരുടെ പ്രയാസങ്ങൾ നീക്കും, എല്ലാ ഇടുക്കങ്ങളിൽ നിന്നും വഴി കാണിക്കും, പ്രതീക്ഷിക്കാത്ത വഴികളിലൂടെ ഉപജീവനം ലഭിക്കും എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ആദം സന്തതികളുടെ കർമ്മങ്ങൾ ഉയർത്തപ്പെടും. ഇസ്തിഗ്ഫാറുള്ള ഏടുകളാണ് ഉയർത്തപ്പെടുന്നതെങ്കിൽ അത് വെളുത്തിട്ടായിരിക്കും എന്ന് പറയുകയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് വെളുത്തിട്ടായിരിക്കും. ഇസ്തിഗ്ഫാർ ഇല്ലാത്തതാണെങ്കിൽ കറുത്തിട്ടായിരിക്കും ഉയർത്തപ്പെടുന്നത്. ഇന്നലെ ഉയർത്തപ്പെട്ട രേഖ ഏട് കറുത്തിട്ടാണോ വെളുത്തിട്ടാണോ? ഇന്നുയർത്തപ്പെടുന്ന രേഖ
എന്തു നിറത്തിലായിരിക്കും എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അത് ഓരോ ദിവസവും ഇസ്തിഗ്ഫാറിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് പറയുന്നത്. അതുകൊണ്ട് ഇസ്തിഗ്ഫാർ ധാരാളമായി ജീവിതത്തിൽ ഉണ്ടായി പശ്ചാത്തപിച്ച് ചെയ്ത പാപങ്ങൾക്കെല്ലാം പൊറുക്കലിനെ തേടി ആ പാപങ്ങളിൽ നിന്നെല്ലാം വിട്ടുനിന്ന് പരിശുദ്ധരായി ജീവിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. അല്ലാഹു തആല അതിനുള്ള ഈമാനിനെ നമുക്ക് ഓരോരുത്തർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. ഈ റമദാൻ മാസത്തിലെടുത്ത നോമ്പും നിസ്കാരവും ഒക്കെ അല്ലാഹു തആല മഖ്ബൂലും മബ്റൂറുമായി സ്വീകരിക്കുമാറാകട്ടെ. ഈ റമദാൻ കൊണ്ട് മുഴുവൻ പാപങ്ങളും കഴുകിക്കളഞ്ഞ് നല്ല പരിശുദ്ധമായ ഹൃദയങ്ങളാക്കി മാറ്റുന്ന